പാഴെന്ന് നമ്മൾ വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കീഴ്ശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ. പുല്ല്, ഇലകൾ, അടയ്ക്കാത്തൊലി, ചോളത്തൊലി, മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും. പുല്ല്, മുള, ഇലകൾ, അടയ്ക്കാത്തൊണ്ട്, ചോളത്തൊലി, മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിക്കും. ആകർഷകമായ അലങ്കാര പൂക്കളൊരുക്കും. പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം. അവ തെരഞ്ഞുപിടിച്ച് ശേഖരിക്കുകയാണ് ആദ്യപടി. മൂപ്പെത്തിയവ മാത്രം ശേഖരിക്കും. പ്രകൃതിയോടുള്ള അടുപ്പമാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരേയൊരു വഴി. അല്ലാതെ പ്രത്യേകിച്ചൊരു സിദ്ധിയുമില്ലെന്ന് ഷാഹിന പറയും. ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും. പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ്. സ്റ്റാളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം നേരിട്ട് കാണുന്നത് ആളുകളിൽ കൗതുകമുണർത്താറുണ്ട്. തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാരപ്പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യം മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു. പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം. ഷാഹിനയ്ക്ക് ചില ദാർശനിക സമീപനങ്ങളുണ്ട്. ഒരു വസ്തു ശേഖരിക്കുമ്പോൾ പ്രകൃതിയോട് അനുവാദം ചോദിച്ചാണ് ശേഖരിക്കുക. ഇളം പ്രായത്തിലുള്ള ചെടികളോ കായ്കളോ ശേഖരിക്കില്ല. പൂക്കൾ പൊട്ടിച്ച് നശിപ്പിക്കില്ല. മൂപ്പെത്തിയ തണ്ടും കായ്കളും മാത്രമാണ് അലങ്കാര ചെടികൾ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുക. അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യയും ഉണ്ടാകും സഹായത്തിന്. അലങ്കാരപ്പൂ നിർമ്മാണം സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യയ്ക്കും ഇപ്പോൾ ഹരമാണ്. അവൾക്കതൊരു വരുമാന മാർഗവുമാണ്. കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന. അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ്. കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത്. കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്ത് അയച്ചു നോക്കി. നല്ല പ്രതികരണമാണ് കിട്ടിയത്. പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി. വ്യവസായ വകുപ്പ്, ബാംബു കോർപ്പറേഷൻ, പിന്നോക്ക വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഷാഹിനയ്ക്ക് എക്സിബിഷനുകളിൽ ഇടം കൊടുത്തു. എൻ്റെ കേരളം, സരസ് തുടങ്ങിയ മേളകൾ വലിയ ഊർജ്ജമായി. ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതികൾ അറിയാത്തതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളകളാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്ന് ഷാഹിന പറയുന്നു. ഇത് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് ഒരു 4-5 വർഷം കേടുകൂടാതെ നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത്. സ്റ്റാർട്ടിങ് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കല അറിയുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത്. ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. വർഷത്തിൽ 8-10 മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ. ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ്, കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ കിട്ടുന്നുണ്ട്. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.